പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് ഇന്നലെ നിര്യാതനായി. അദ്ദേഹം വഴുതക്കാട് അടുത്ത് ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. 71 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതമൊക്കെ 1981 തുടങ്ങി. പിന്നീട് കുറേ കാലം അതിൽ നിന്ന് അപ്രത്യക്ഷനായി. 2011 അദ്ദേഹം വീണ്ടും സിനിമ അഭിനയം തുടങ്ങി. ചൈന ടൗൺ എന്ന് പറഞ്ഞ സിനിമയിലാണ് 2011 അഭിനയിച്ചത്. ഏകദേശം 19ഓളം സിനിമയിൽ അത് അഭിനയിച്ചിട്ടുണ്ട്. പ്രേം നസീറിൻ്റെ സൗന്ദര്യമൊന്നും മകനില്ലായിരുന്നു. കാരണം മലയാള സിനിമയിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആൾ പ്രേം നസീർ തന്നെയായിരുന്നു. പ്രേം നസീറിൻ്റെ അഭിനയമൊക്കെ നമുക്കറിയാം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വ്യക്തി അദ്ദേഹം തന്നെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അബീബ ബീവി ഷാനവാസും തിരുവനന്തപുരത്ത് അവരുടെ സ്വന്തം ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പ്രേം നസീറിൻ്റെ മകൻ്റെ പഠനമൊക്കെ അതിലൊരു ഗ്രാജുവേറ്റാണ്, ലിറ്ററേച്ചറുകാരനാണ്. പക്ഷേ പഴയ കാലത്ത് സാമ്പത്തികമുള്ളവരൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുന്ന ചില പ്രത്യേക സ്ഥലങ്ങളാണ്. കോട്ടയത്തുള്ള ഞങ്ങളുടെ ആ ചായന്മാരെ അവിടെ നിന്നൊക്കെ എല്ലാവരും ഏർക്കാട് പോയി പഠിപ്പിക്കും കുട്ടികളെ. ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ്. മോൺഫോർട്ടിലൊക്കെ പഠിപ്പിക്കും കുട്ടികളെ. ചെറുപ്പം മുതൽ LKG മുതൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അയച്ച് അങ്ങനെ വിദ്യാഭ്യാസം സിദ്ധിച്ച ധാരാളം ആൾക്കാർ കോട്ടയം ഭാഗത്തും ഇടുക്കി ഭാഗത്തും ഒക്കെ ഉണ്ട്. വലിയ പ്ലാന്റേഴ്സും അവരുടെ മക്കളും വ്യവസായികളും കൊല്ലത്തുള്ള ചില കശുവണ്ടി മുതലാളിയുടെ മക്കളും ഇവരൊക്കെ ഏർക്കാടൊക്കെയാണ് വരും. അവിടേക്കാണ് പഠിക്കുന്നത്. അവിടെ തന്നെയാണ് നവാസും പഠിച്ചതും വളർന്നതും. പിന്നീട് മദ്രാസിൽ പോയി ലിറ്ററേച്ചറിൽ അദ്ദേഹം മാസ്റ്റേഴ്സ് ബിരുദം നേടി. തുടക്കത്തിൽ സിനിമ ബാലേന്ദ്രമേനോൻ്റെ ആയിരുന്നു, പ്രേമഗീതങ്ങൾ. പിന്നെ കുറേ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. മഴനിലാവ്, മണിയറ, നീലഗിരി, ഇങ്ങനെ കുറേയധികം സിനിമകൾ. പിന്നീട് അദ്ദേഹം സിനിമയിൽ ചാൻസ് ഇല്ലാതെ ഇരുന്നു. 2011 വീണ്ടും അദ്ദേഹം സിനിമ അഭിനയം തുടങ്ങി. അത് ഒടുവിൽ അഭിനയിച്ചത് ജനഗണമന എന്ന ഒരു സിനിമ ആയിരുന്നു. നസീറിൻ്റെ അനിയൻ പ്രേം നവാസ് ഏകദേശം നസീറിനെ പോലെയൊക്കെ തന്നെ ഇരിക്കുമായിരുന്നു. അദ്ദേഹം ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നസീറിൻ്റെ ഒരു സിനിമയുടെ അവസാന ഭാഗത്തെങ്ങാണ്ട് അദ്ദേഹം മരിക്കുമ്പോൾ ചില ചിത്രീകരണം കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രേം നവാസിനെ കൊണ്ട് ചെയ്യിച്ചു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു അന്ന്. ഏതായാലും സിനിമ ഫീൽഡിൽ അധികം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പം പിന്നീട് സീരിയൽ നടനായി കുറേ സീരിയലിൽ അദ്ദേഹം അഭിനയിച്ചു. കടമറ്റത്ത് കത്തനാര്, ശംഖുമുഖം, വെളുത്ത കത്രീന, ഇങ്ങനെ കുറേ സീരിയലിൽ അദ്ദേഹത്തിനെ കാണുകയുണ്ടായി. വഴുതക്കാട് കോട്ടൺ ട്രിനിറ്റി 2B ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഇന്നലെ 11:50 മരണപ്പെട്ടത്. വൃക്ക സംബന്ധമായ, ഹൃദയ സംബന്ധമായ ചില രോഗങ്ങൾ അദ്ദേഹത്തിനെ 4-5 വർഷങ്ങളായിട്ട് അലട്ടിയിരുന്നു. ഇപ്പോൾ 71 വയസ്സുണ്ട്. ഏകദേശം 66-67 വയസ്സപ്പോഴും അദ്ദേഹം രോഗാതിഥ കിടപ്പിലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എങ്കിലും അദ്ദേഹം സിനിമാ രംഗത്ത് അധികം ശോഭിച്ചില്ല. പ്രേം നസീറിൻ്റെ അനിയനും ആ രംഗത്ത് അധികം ശോഭിച്ചില്ല. ഏതായാലും പ്രേം നസീറിൻ്റെയോ പുള്ളിയുടെ അനിയൻ്റെയോ ആ സൗന്ദര്യമൊന്നും നവാസിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തത്തക്ക രീതിയിൽ അഭിനയ ചാതുര്യമൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചുമില്ല, കാണിച്ചുമില്ല. പ്രേം നസീറിൻ്റെ കഴിവുകളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ രംഗത്തുള്ള പ്രതിഭയും ഒക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ മകനെ പലരും സിനിമാ രംഗത്തേക്ക് പിടിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ കാര്യം ബില്ലിംഗ് ആയിരുന്നില്ല എന്നും കേട്ടിട്ടുണ്ട്. എന്തായാലും മറ്റ് ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് അദ്ദേഹം സിനിമ അഭിനയം തന്നെ തുടർന്നു. 81 പ്രേമഗീതം എന്ന സിനിമയിൽ മുതലാണ് അത് തുടക്കം. എങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അവസാനം സീരിയൽ നടനായിട്ടൊക്കെ മാറിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം പാളയം പള്ളിയിലാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവിടെ ഖബറടക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ സിനിമ വിലയിരുത്താനൊന്നും ആരും തയ്യാറായിട്ടില്ല. കാരണം അതുപോലെയുള്ള സിനിമകളിലൊന്നും അദ്ദേഹം അഭിനയിച്ചിട്ടുമില്ല, അതിൽ അദ്ദേഹം പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് സിനിമാ രംഗത്ത് ഒരു തൊഴിലെന്ന രീതിയിൽ മാത്രം അദ്ദേഹം വന്നുപോയി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ.